എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. 2024 പ്രധാനപ്പെട്ട പരീക്ഷകളൊന്നാണ് യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻ പരീക്ഷ. കഴിഞ്ഞ LGS മെയിൻ പരീക്ഷകളിൽ ചോദിച്ചിരുന്ന കുറച്ച് ചോദ്യങ്ങൾ, അവയ്ക്ക് ഫൈനൽ ആൻസർ കീ പ്രകാരം PSC നൽകിയ ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ സി കാറക്കോറമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഗോഡ്വിൻ ഓസ്റ്റിൻ അതിന്റെ മറ്റൊരു പേരാണ് മൗണ്ട് കേറ്റ്. അപ്പോൾ ഇവിടെ കാറക്കോറം മലനിരകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിന് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പഠിക്കാറുണ്ട് കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയെല്ലാം ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ആ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാറക്കോറത്തിലാണ് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, സത്ലജ് ആണ്. നമുക്കറിയാം ജലം, അതുപോലെ തന്നെ ചിനാബ്, രവി, ബിയാസ്, സത്ലജ് 5 പ്രധാനപ്പെട്ട സിന്ധുവിന്റെ പോഷക നദികൾ നമ്മൾ പഠിക്കുന്നതാണ്. അതിലിപ്പോൾ സത്ലജ് ആണ് ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി വെച്ചാൽ അത് സത്ലജ് ആണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? നമ്മുടെ ചൈനയാണ്, ഏറ്റവും വലിയ രാജ്യമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ 4096.7 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശാണ്. ഏറ്റവും കുറവ് ചോദിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനാണ്. വെറും 106 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയുമായിട്ട് അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കിടുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാലോ അത് മാലിദ്വീപാണ്. ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ്. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഭൂട്ടാനാണ്. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഭൂട്ടാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം നമ്മുടെ ബംഗ്ലാദേശാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് ഏറ്റവും കുറവ് ചോദിക്കുകയാണെങ്കിൽ അത് 106 കിലോമീറ്റർ ഉള്ള അഫ്ഗാനിസ്ഥാനാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗുജറാത്ത് ആണ്. ഇനി ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാലോ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് തമിഴ്നാടാണ്, പുതിയ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് പ്രകാരം. അതായത് തമിഴ്നാടിന് 1076 കിലോമീറ്റർ കടൽ തീരം ഉണ്ടെന്നാണ് പറയുന്നത്. അതേ സമയത്ത് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആന്ധ്രാപ്രദേശ് ആയിരുന്നു. അവിടെ ആന്ധ്രാപ്രദേശിന് 974 കിലോമീറ്റർ മാത്രമേ കടൽ തീരമുള്ളൂ. 974 കിലോമീറ്റർ മാത്രമേ ആന്ധ്രാപ്രദേശിന് കടൽ തീരമുള്ളൂ. അപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിൽ ഏതാന്ന് വെച്ചാൽ അത് തമിഴ്നാടാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ ഗോവയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? ഗോവയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയിൽ മൊത്തം 9 സംസ്ഥാനങ്ങൾ എന്താണ്? കടൽ തീരമുള്ള സംസ്ഥാനങ്ങളാണ്. നമ്മൾ ഇന്ത്യയുടെ ആ ഒരു വി ഷേപ്പ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അറബിക്കടൽ വരുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ വരുന്നുണ്ട്. അതിൽ അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് ഗോവ, അതേപോലെ തന്നെ നമ്മുടെ മഹാരാഷ്ട്ര, പിന്നെ അതിന് താഴെയായിട്ട് വരുന്ന നമ്മുടെ ഗോവ വരുന്നുണ്ട്. ഇവിടെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, അതേപോലെ തന്നെ പിന്നെ വരുന്നത് കർണാടകയാണ്, പിന്നെ കേരളം, പിന്നെ എന്താണ്? തമിഴ്നാടാണ്. ഈ തമിഴ്നാടിന് ഒരു പ്രത്യേകതയുണ്ട്. അറബിക്കടലുമായിട്ടും ബംഗാൾ ഉൾക്കടലുമായിട്ട് കടൽത്തീരം പങ്കിടുന്ന സംസ്ഥാനമാണ്, ഏക സംസ്ഥാനമാണ് നമ്മുടെ ഈ പറയുന്ന തമിഴ്നാട്. ഒരിക്കൽ കൂടി പറയാം, നമ്മൾ ആ ഇന്ത്യയുടെ വി ഷേപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഗുജറാത്ത്, അതിന് തൊട്ട് താഴെയായിട്ട് മഹാരാഷ്ട്ര, തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഗോവ, പിന്നെ നമ്മുടെ കർണാടക, പിന്നെ വരുന്നത് നമ്മുടെ കേരളം, പിന്നെ തമിഴ്നാട്, പിന്നെ തമിഴ്നാടിന് എന്താണ്? ബംഗാൾ ഉൾക്കടലുമായിട്ടുണ്ട്, അതിന്റെ മുകളിലായിട്ട് ആന്ധ്രാപ്രദേശ്, അതിന്റെ മുകളിലായിട്ട് ഒഡീഷ, പിന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് കടൽ തീരം പങ്കിടുന്നു അറബിക്കടലുമായിട്ടും അതേപോലെ തന്നെ ബംഗാൾ ഉൾക്കടലുമായിട്ടും ഏതെല്ലാം സ്റ്റേറ്റ് എന്ന് ഓർക്കണം. അപ്പൊ ആ വി ഷേപ്പ് നമ്മുടെ മനസ്സിൽ വേണം. അവിടെ ഓർക്കേണ്ടത് തമിഴ്നാടാണെങ്കിൽ 2 കടലുമായിട്ട്, അറബിക്കടലുമായിട്ടും ബംഗാൾ ഉൾക്കടലുമായിട്ടും എന്താണ്? അതിർത്തി പങ്കിടുന്നുണ്ട് അല്ലെങ്കിൽ കടൽ തീരമുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളതും ജലവൈദ്യുത പദ്ധതികളുള്ളതും ഏറ്റവും നീളം കൂടിയ നദി എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പെരിയാറാണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണെന്നാണ് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, തെന്മല എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ തെന്മലയാണ് ഇവിടെ ഇന്ത്യയിലെ എന്താണ് ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? തെന്മലയാണ് എന്ന കാര്യം ഓർക്കുക. അപ്പൊ 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരും. അപ്പൊ തെന്മലയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്നതാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് തെന്മല തന്നെയാണ്. ഇനി അടുത്തത് എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശവുമായി ബന്ധപ്പെട്ടതാണ്.
ഇനി അടുത്ത ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ സത്ലജ് നദിയിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. എട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ അത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഈ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെന്തുരുണി വന്യജീവി സങ്കേതം കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതമാണ്. ഏത് റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന വന്യജീവി സങ്കേതമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് യക്ഷഗാനം എന്ന കലാരൂപത്തിൽ പ്രചാരണം സൃഷ്ടിച്ച ജില്ല ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ്. ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. എന്താണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്? 1922 ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ്. ഇങ്ങനെ ഗാന്ധിജി ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പ്രസ്ഥാനം എന്താണ് നിർത്തിവെക്കുകയാണ്. അപ്പൊ ഈ നിസ്സഹകരണ സമരം നിർത്തിവെക്കുന്ന ഈ നടപടിയെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ഒരു ദേശീയ ദുരന്തം എന്നാണ്. അതുപോലെ തന്നെ 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഈ ചൗരി ചൗര എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം നടക്കുന്നു. അതിനുശേഷം 1922 ഫെബ്രുവരി 11 ഗാന്ധിജി ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ പിൻവലിച്ചതായിട്ട് പറയുന്നത്. ഇതിനുശേഷം മഹാത്മാഗാന്ധിയെ ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്നൊക്കെ 1922 മാർച്ച് 10 ജയിലിൽ അടയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഏത് ജയിലിലാണ് പാർപ്പിക്കുന്നതെന്ന് വെച്ചാൽ എർവാദ ജയിലിലാണ്. എവിടെയാണ്? എർവാദ ജയിലിലാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരെ 41 ടോട്ടൽ എത്ര നദിയുണ്ട്? 44 നദി. അതിൽ പടിഞ്ഞാറോട്ട് 41, 3 എന്താണ് കിഴക്കോട്ട് ഒഴുകുന്നു. അപ്പൊ കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34 കായലുകളുണ്ട്. അതിൽ 7 കായലുകൾ എന്താണ് ഉൾനാടൻ ജലാശയങ്ങളാണ്. അവശേഷിക്കുന്ന 27 എന്താണ് കടലുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ എത്ര എണ്ണമാണ് ഉൾനാടൻ കായലുകൾ? നമ്മുടെ 7 അതേസമയത്ത് കടലുമായി ബന്ധമുള്ളത് 27. ടോട്ടൽ എത്രയാണ്? 34. ഇനി അടുത്ത ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് വെച്ചാൽ അത് പമ്പാ നദിയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദിയാണ് പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി വെച്ചാൽ ഏതാണ്? പമ്പാ നദിയാണ്. പമ്പയുടെ ധാരം എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? കുട്ടനാടാണ്. എത്രയോ തവണ PSC ചോദിച്ചതാണ്. പമ്പയുടെ ധാരം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. 176 കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ നീളം എന്ന് പറയുന്നത്. 176 കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ നീളം എന്ന് പറയുന്നത്. കേരളത്തില് നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നദികളെ തിട്ടപ്പെടുത്തിയാൽ ആദ്യം പെരിയാർ, പിന്നെ ഭാരതപ്പുഴ, പിന്നെ പമ്പ, പിന്നെ ചാലിയാർ, പിന്നെ വരുന്നത് ചാലക്കുടി പുഴ. ആദ്യത്തെ 5 നദികളിൽ 3-ാം സ്ഥാനത്ത് വരുന്നതാണ് നമ്മുടെ പമ്പാ നദി എന്ന കാര്യം ഓർത്തിരിക്കുക. അച്ചൻകോവിലാർ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? പമ്പാ നദിയുടെ പോഷക നദിയാണ്. മണിമലയാർ നദി, അതുപോലെ തന്നെ അഴുതയാർ നദി, അതോടൊപ്പം തന്നെ കക്കിയാർ നദി, മറ്റൊന്ന് കല്ലാർ നദി, ഇതൊക്കെ പമ്പാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി പമ്പാ നദി പതിക്കുന്ന എവിടെയാണ്? വേമ്പനാട് കായലിലാണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചുമലയിൽ നിന്നാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചുമലയിൽ നിന്നാണ് എന്ത് പമ്പാ നദി ഉത്ഭവിക്കുന്നത്. ഇനി അടുത്തത് ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അടുത്ത ചോദ്യം 15-ാമത്തെ ചോദ്യം കേരള PSC ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്ന 15-ാമത്തെ ചോദ്യം. ഇനി നമ്മൾ 16-ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്നത് ആരുടെ വാക്കുകളാണെന്ന് വെച്ചാൽ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട സ്വാമി വിവേകാനന്ദനാണ്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട മാർത്താണ്ഡവർമ്മയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 17-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. 1741 ഓഗസ്റ്റ് 10 എന്ത് നടക്കുന്നത്? കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താൻ ആരാണ്? നമ്മുടെ ഡിലനോയി ആണ്. അദ്ദേഹത്തെയാണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കോട്ടയാണ് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ട. ഇവിടെ പറഞ്ഞ ഈ കുളച്ചിൽ നിലവിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ്. ഇവിടെ ഈ പറയുന്ന ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. വീര രവിവർമ്മയാണ് വേണാട് രാജാവായ വീര രവിവർമ്മയാണ് ഈ പറഞ്ഞ ഉദയഗിരി കോട്ടയൊക്കെ നിർമ്മിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാട, അതും ഫൈനൽ ആൻസർ കീയിൽ PSC ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലുമിനിയത്തിന്റെ അയിര് ഏതാണെന്നാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട. ഓപ്ഷൻ സി ആണ് ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ അയിര്.
ഇനി 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ച ആരാണ്? EMS ആണ്. EMS ആണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A എന്ന് പറയുന്ന ആർട്ടിക്കിള് ഉൾപ്പെടുന്ന 4A ആണ്. അതാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടത്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കും 124. ഹൈക്കോടതി ആണെങ്കിലോ ഈ രണ്ടിനെയും ഒന്നിനെയും തിരിച്ചിട്ടാൽ മതി 214. സുപ്രീം കോടതി ആണെങ്കിൽ 124, ഹൈക്കോടതി ആണെങ്കിൽ 214. ഇനി ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകമാണ് ഏത്? ഓപ്ഷൻ ബി ആണ് നീൽ ദർപ്പൺ. അപ്പൊ നീൽ ദർപ്പൺ എന്താന്ന് ചോദിച്ചാൽ എന്താ? ഒരു നാടകമാണ്. നീൽ ദർപ്പൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു നാടകമാണെന്ന കാര്യം ഓർക്കുക. ആര് രചിച്ചതാണ്? നമ്മുടെ ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് ഈ പറയുന്ന നീൽ ദർപ്പൺ എന്ന് പറയുന്നത്. ഈ ബംഗാളില് നീലം വിപ്ലവം അല്ലെങ്കിൽ ഇൻഡിക്കോ കലാപം ഇത് നടക്കുന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. 1859-60 കാലഘട്ടമാണ്. 1859-60 കാലഘട്ടത്തിലാണ് ഈ നീലം കലാപത്തെ തന്നെയാണ് ഇൻഡിക്കോ കലാപം എന്ന് പറയുന്നത്. ഇൻഡിക്കോ കലാപത്തിന്റെ മറ്റു പേരാണ് നീലം കലാപം എന്ന് പറയുന്നത്. അപ്പൊ നീലം കലാപം നീൽ ബി ദ്രോഹ എന്നും പറയും. നീൽ ബി ദ്രോഹ എന്നും പറയുന്നതൊക്കെ എന്താണ്? ഇൻഡിക്കോ കലാപത്തെ തന്നെയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ദിഗംബൾ വിശ്വാസം, മറ്റൊന്ന് വിഷ്ണു വിശ്വാസം. രണ്ട് പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് SCRT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഒന്ന് ദിഗംബൾ വിശ്വാസ്, അതുപോലെ തന്നെ മറ്റൊരു പേരാണ് വിഷ്ണു വിശ്വാസ്. മറ്റൊരു പേരാണ് വിഷ്ണു വിശ്വാസ്. അപ്പൊ ഈ രണ്ട് പേരുകൾ ഓർത്തിരിക്കുക. ഇവരാണ് ഇൻഡിക്കോ കലാപത്തിന്റെ പ്രധാന നേതാക്കളായിട്ട് പറയുന്നത്. ആരൊക്കെയാണ്? ദിഗംബൾ വിശ്വാസും മറ്റൊന്ന് വിഷ്ണു വിശ്വാസും. ഇവരെന്താണ്? നീലം കലാപത്തിന് അല്ലെങ്കിൽ ഇൻഡിക്കോ കലാപത്തിന്റെ പ്രധാന നേതാക്കളായിട്ട് പറയുന്നെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആരെന്നാണ് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന അന്ന് ഈ ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ A ആണ്. അതായത് കിരൺ റിജ്ജു എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. പക്ഷെ നിലവിൽ നമ്മുടെ ലോ മിനിസ്റ്റർ എന്ന് പറയുന്നത് അർജുൻ രാം മെഘ്വാൾ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ്? അർജുൻ രാം മെഘ്വാൾ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ D ആണ്. ഓം ബിർളയാണ്. അപ്പൊ നിലവിൽ എത്രാമത്തെ ലോകസഭയാണ്? 17ാമത്തെ ലോകസഭയാണ്. 17ാമത്തെ ലോകസഭയാണ്. അതും പരീക്ഷിക്കുവാണെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി താഴെ പറയുന്നവരിൽ സത്യശോധക സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സത്യശോധക സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ D ആണ്. ജ്യോതിബ ഫൂലെയാണ്. ജ്യോതിബ ഫൂലെ എന്നതാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക. 1873 പൂനെയിലാണ് ആരംഭിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. 1873 പൂനെയിലാണ് ആരംഭിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി സത്യശോധക സമാജിന്റെ മുഖപത്രമുണ്ട്. അതിന്റെ പേര് ദീനബന്ധു എന്നാണ്. അപ്പൊ ദീനബന്ധു എന്ന് പറയുന്നത് ഇതിന്റെ മുഖപത്രമാണ്. ഇനി ഈ 1930 ഈ സത്യശോധക സമാജ് കോൺഗ്രസിൽ എന്താണ് ലയിച്ചു? കോൺഗ്രസ് പാർട്ടിയിൽ ലയിക്കുന്നുണ്ടെന്ന കാര്യം ഓർക്കണം. ജസ്റ്റ് ഓർക്കുക. ഇവിടെ 1873 പൂനെയിലാണ് ഇത് ആരംഭിക്കുന്നത്. സത്യശോധക സമാജം ആരംഭിക്കുന്നത്. അത് സ്ഥാപിച്ചത് ജ്യോതിബ ഫൂലെ. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു മുഖപത്രമാണ് ദീനബന്ധു. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ലാല ലജ്പത് റായ് ആണ്. നമ്മൾ വന്ദലാല എന്ന ചെറിയൊരു കോഡിലൂടെ പഠിച്ചു നോക്കുമായിരുന്നു. അപ്പൊ ലാല ലജ്പത് റായ് ആണ് പഞ്ചാബ് സിംഹം, പഞ്ചാബ് കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലാല ലജ്പത് റായ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതുപോലെ തന്നെ അദ്ദേഹമാണ് AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഒരാളാണ് ലാല ലജ്പത് റായ്. 1920 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയ ഒരാൾ ലാല ലജ്പത് റായ് ആണ്. മറ്റൊരു പേര് NM ജോഷിയാണ്. അപ്പൊ ലാല ലജ്പത് റായും NM ജോഷിയും ചേർന്ന് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത് 1920 ലാല ലജ്പത് റായുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള അദ്ദേഹത്തിന്റെ കൃതികളിൽ ഒന്നാണ് അൺഹാപ്പി ഇന്ത്യ. എപ്പോഴും ചോദിക്കാറുണ്ട് അൺഹാപ്പി ഇന്ത്യ. മറ്റൊന്നാണ് ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ. ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ. മറ്റൊരു കൃതിയാണ് ദ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ. ദ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ. അതുപോലെ മറ്റൊന്നാണ് ദ മെസ്സേജ് ഓഫ് ദ ഭഗവത്ഗീത. ദ മെസ്സേജ് ഓഫ് ദ ഭഗവത്ഗീത. ഇത്രയും എന്താണ് ലാല ലജ്പത് റായിയുടെ പ്രധാനപ്പെട്ട കൃതിയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അൺഹാപ്പി ഇന്ത്യ, മറ്റൊന്ന് ഇംഗ്ലണ്ട് ഡെപ്റ്റ് ടു ഇന്ത്യ, ഇനി മറ്റൊന്ന് ദ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ, ദ മെസ്സേജ് ഓഫ് ദ ഭഗവത്ഗീത. ഇതൊക്കെ ലാല ലജ്പത് റായിയുടെ കൃതികളാണ്.
ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നു, ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1892 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസാവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ചോദിച്ചാൽ അനുച്ഛേദം 21A ആണ്. ഏത് ഭേദഗതിയിലൂടെയാണ്? 86ാമത്തെ ഭേദഗതിയിലൂടെ. ഏത് വർഷമാണ്? 2002 കാര്യം ഓർത്തിരിക്കുക. 86ാമത്തെ ഭേദഗതി 2002. അതിലൂടെയാണ് ഈ 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മുടെ മൗലിക അവകാശത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട്. ആർട്ടിക്കിൾ 21A പ്രതിപാദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച നിയമമാണ് എന്ത്? വിദ്യാഭ്യാസ അവകാശ നിയമം. ഇത് നിലവിൽ വന്ന എപ്പോഴാണ്? 2010 ഏപ്രിൽ 1 കാര്യം ഓർത്തിരിക്കുക. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന എന്നാന്ന് വെച്ചാൽ 1950 ജനുവരി 26 അപ്പൊ നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയത് എന്നാണ്? 1950 ജനുവരി 26 ഇവിടെ ഓപ്ഷൻ ബിയിൽ 1949 നവംബർ 26 എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതാണ്. 1949 നവംബർ 26. ഈ നവംബർ 26 എന്തായിട്ട് ആചരിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? മലബാർ കേന്ദ്രീകരിച്ചാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏതാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ 32ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണോ നിസ്സഹകരണ സമരമാണോ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. നിസ്സഹകരണ സമരമാണ്. അതായത് ചമ്പാരൻ നീലം കർഷകരുടെ സമരമൊക്കെ എന്താണ്? പ്രാദേശിക തലത്തിൽ നടന്നതാണ്. ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏതാണ്? നിസ്സഹകരണ സമരം 1920 അതാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. 1920 കോൺഗ്രസിന്റെ കൊൽക്കത്തയിൽ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സമ്മേളനം നടക്കുന്നുണ്ട്. 1920 എന്ന് പറയുന്ന വർഷത്തില് കോൺഗ്രസിന്റെ ഒരു സ്പെഷ്യൽ സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്നു. അപ്പൊ ഈ ഒരു സമ്മേളനത്തിൽ 1920 ഈ ഒരു സമ്മേളനത്തിൽ ഗാന്ധിജി എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രമേയം എന്താണ്? അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? നമ്മുടെ ലാലാ ലജ്പത് റായ് ആണ്. അതേ വർഷം തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടക്കുന്നുണ്ട്. നാഗ്പൂരിൽ വെച്ചിട്ടാണ് വാർഷിക സമ്മേളനം നടക്കുന്നത്. അവിടെ ഈ ഗാന്ധിജി അവതരിപ്പിച്ച ആ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രമേയം പാസ്സാക്കി. അവിടെ ആരായിരുന്നു അധ്യക്ഷൻ? വിജയ രാഘവാചാരിയാണ്. ആരാണ്? വിജയ രാഘവാചാരിയാണ് അധ്യക്ഷനായിട്ട് വരുന്നെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് 34ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏവ? സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർന്ന് പറയുന്നത് ശരിയാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചു, ശരിയാണ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു, ശരിയാണ്. അതേപോലെ തന്നെ ഒഡീഷയിൽ ജനിച്ചു എന്ന് പറയുന്ന തെറ്റാണ്. അദ്ദേഹം ജനിക്കുന്നത് പശ്ചിമ ബംഗാളിലെ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബന്ധമില്ലാത്തതെന്നാണ്. അപ്പൊ 4 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് നമ്മുടെ CRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ഓരോ പോയിന്റുകളും നമ്മുടെ PSC എടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം എന്നാണ്. ഇവിടെ ഓപ്ഷൻ അതായത് 1 സി കൃഷ്ണൻ നായർ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത് തന്നിരിക്കുന്ന രാഘവ പൊതുവാളും പങ്കെടുത്തിട്ടുണ്ട്. ബാക്കി 2 പേര് പങ്കെടുത്തിട്ടില്ല. 1ഉം 3ഉം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരത്തില് ദണ്ഡി യാത്രയിൽ 4 മലയാളികളാണ് പങ്കെടുത്തത്. ദണ്ഡി യാത്രയിൽ 4 മലയാളികൾ ഗാന്ധിയോടൊപ്പം പങ്കെടുത്തു. അത് 2 പേരുകൾ സി കൃഷ്ണൻ നായരുണ്ട്, രാഘവ പൊതുവാളുണ്ട്. മറ്റൊരു പേര് മായന്നൂർ ശങ്കരൻ എഴുത്തച്ഛനാണ്. മായന്നൂർ ശങ്കരൻ എഴുത്തച്ഛൻ എന്ന പേര് ഓർത്തിരിക്കുക. മായന്നൂർ ശങ്കരൻ എഴുത്തച്ഛൻ എന്ന പേര് ഓർത്തിരിക്കണം. ഇനി 4മതായിട്ട് അറിഞ്ഞിരിക്കേണ്ട പേര് എന്ന് പറയുന്നത് ഷൊർണൂർ രാഘവ പൊതുവാളാണ്. ഷൊർണൂർ രാഘവ പൊതുവാൾ എന്ന പേരും ഓർത്ത് എഴുത്തച്ഛൻ.
2 സി കൃഷ്ണൻ നായർ, 3 രാഘവ പൊതുവാൾ, 4 കോട്ടയം ടൈറ്റസ്. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാം, ശരിയാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, ശരിയാണ്. 1909 ഈ നിയമം നിലവിൽ വന്നു, തെറ്റാണ്. 1919 എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ 3 വരാൻ പാടില്ല നമ്മുടെ ഉത്തരത്തിൽ. ഇനി പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 1, 2, 4 വരുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ 36ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് 37ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയുമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. അതെന്താണ്? ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളിയിൽ ഉൾപ്പെടാത്തതാണ്. അതേസമയത്ത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റം ഉൾപ്പെടും. അതേപോലെ യന്ത്ര സാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, അതും ഈ ഭക്ഷ്യോൽപാദനത്തെ ബാധിക്കും. പ്രകൃതിക്ഷോഭം മൂലം ഉണ്ടാകുന്ന കൃഷിനാശം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭക്ഷ്യോൽപാദനത്തെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക, കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത്, രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ഉൽപാദന വർധനവ് എന്ന് പറയുന്നത് ആ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. ആരാണ് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവ്? ആഡം സ്മിത്ത് ആണ്. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പറയുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? അന്ത്യോദയ അന്ന യോജനയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇപ്പൊ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ എന്തിലൂടെയാണ്? പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ നമ്മുടെ റേഷൻ കടയിലൂടെ ഒക്കെ കുറഞ്ഞ നിരക്കിൽ എന്താണ് ധാന്യങ്ങൾ നൽകുന്ന പദ്ധതിയാണ്. ഇത് 2000 ഡിസംബർ 25, അതായത് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ് ഡിസംബർ 25. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ജന്മദിനത്തിലാണ്, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇത് ആരംഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി അന്ത്യോദയ അന്ന യോജന, അതായത് അന്ത്യോദയ അന്ന യോജന ഈ ഒരു പദ്ധതിയിൽ തുടക്കത്തിൽ 25 കിലോഗ്രാം ധാന്യമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് അത് എത്രയാക്കി മാറ്റി? 35 കിലോ ആക്കി മാറ്റി. അപ്പൊ ഇപ്പോൾ അത് എത്രയാണ്? 35 കിലോഗ്രാം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട് അന്ത്യോദയ അന്ന യോജന പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ അനുവദിച്ചിരുന്ന ധാന്യത്തിന്റെ അളവ് 25 കിലോഗ്രാം ആയിരുന്നു. ഇപ്പോൾ അത് എത്രയാക്കി? 35 കിലോഗ്രാം ആണ്. അവിടെ തന്നെ അരി ആണെങ്കിൽ കിലോയ്ക്ക് 3 രൂപയാണ്. അതേ സമയത്ത് ഗോതമ്പാണെങ്കിൽ കിലോയ്ക്ക് 2 രൂപ എന്ന നിരക്കിലാണ് ഇത് നൽകുന്നത്. ഇനി ഇവിടെ ഒരു കാർഡ് കൊടുക്കാറുണ്ട്. അന്ത്യോദയ അന്ന യോജന പദ്ധതി പ്രകാരം അർഹരായവർക്ക് എന്താണ്? ഒരു റേഷൻ കാർഡ് കൊടുക്കും. ആ റേഷൻ കാർഡിന്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞ നിറമാണ്. ഏത് നിറമാണ്? മഞ്ഞ നിറമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-2021 സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 2020-2021 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന ഏതാണ്? നമ്മുടെ സേവന മേഖലയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 43ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. തെറ്റായ ജോഡി ഏത് എന്നതാണ് അടുത്ത ചോദ്യം. തിരയും ചുഴിയും സച്ചിദാനന്ദൻ എന്ന് കൊടുത്തിട്ടുണ്ട്. വീണപ്പൂ കുമാരനാശാൻ ശരിയാണ്. ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്, അതും ശരിയാണ്. നിലാവിന്റെ നാട്ടിൽ അഷിത ശരിയാണ്. തിരയും ചുഴിയും എന്ന് പറയുന്നത് ഇവിടെ സച്ചിദാനന്ദൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. ആരുടെയാണ്? S ഗുപ്തൻ നായരുടേതാണ് ഈ പറയുന്ന തിരയും ചുഴിയും എന്ന് പറയുന്നത്. തിരയും ചുഴിയും എന്ന് പറയുന്ന ആരുടേതാണ്? S ഗുപ്തൻ നായർ എന്നാണ് അവിടെ വരേണ്ടത്. അപ്പൊ ഇവിടെ തിരയും ചുഴിയും എന്നത് ശരിക്കും ആരാണ് വരേണ്ടത്? ഇവിടെ നമ്മൾ പരിചയപ്പെട്ട തിരയും ചുഴിയും എന്നത് ആരുടെ രചനയാണ്? S ഗുപ്തൻ നായരുടെയാണ്. S ഗുപ്തൻ നായരുടേതാണ് ഈ ഒരു രചന എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തത് ശരിയായ ക്രമം. അടുത്ത ചോദ്യം, 1024 മെഗാബൈറ്റ് ഈസിക്കൽ ടു 1 കിലോബൈറ്റ്. അത് തെറ്റല്ലേ? 1024 കിലോബൈറ്റ് ഈസിക്കൽ ടു 1 മെഗാബൈറ്റ്. അപ്പൊ അത് തെറ്റി. 1024 മെഗാബൈറ്റ് ഈസിക്കൽ ടു 1 ജിഗാബൈറ്റ്, അതും തെറ്റി. 1024 കിലോബൈറ്റ് ഈസിക്കൽ ടു 1 മെഗാബൈറ്റ്, അത് ശരിയാണല്ലോ. 1024 മെഗാബൈറ്റ് ഈസിക്കൽ ടു 1 ജിഗാബൈറ്റ്, അതും ശരിയാണല്ലോ. 1024 ജിഗാബൈറ്റ് ഈസിക്കൽ ടു 1 TB, അതും ശരിയാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ശരിയായ ക്രമം ഏതെന്നാണ് ചോദിച്ചത്.
എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ചെയ്ത്. അപ്പോൾ അന്നത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. അദ്ദേഹം 2020 ടോക്കിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുത്ത വ്യക്തിത്വമാണ്. അദ്ദേഹം ജമൈക്കൻ താരമാണ്. നമ്മുടെ ഉസൈൻ ബോൾട്ടിന്റെ ഒക്കെ രാജ്യക്കാരിയാണ്. ഇനി അടുത്തത് ടോക്കിയോ ഒളിമ്പിക്സിൽ 200 മീറ്റർ ഫൈനൽ 21.53 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. അതുപോലെ തന്നെ ഒളിമ്പിക്സിലെ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യത്തെ വനിത എന്നിവിടെ തന്നിരിക്കുന്നു. ഇനി ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത എന്നും ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 46ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ഡി തെറ്റാണ്. ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത എന്നത് തെറ്റാണ്. ഇനി 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ വനിതാ താരമാണ് എലൈൻ തോംസൺ. അതായത് 100 മീറ്ററിൽ 10.61 സെക്കൻഡിൽ ഇവരെന്താണ് റെക്കോർഡോടെ സ്വർണം നേടി എന്നത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിൽ തന്നിരിക്കുന്നത് താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക, ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ pH മൂല്യം ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. ചാരം 5, തേയില 4, കുടിവെള്ളം 8, സോപ്പ് 11. ഇവിടെ തേയില ആൽക്കലി സ്വഭാവം കാണിക്കുന്നു. ഇവിടെ ഓർക്കുക, നമ്മുടെ pH സ്കെയിൽ എന്ന് പറയുമ്പോൾ 0 മുതൽ 14 വരെയുള്ള റീഡിംഗ് ആണ്. അതിൽ 7 എന്ന് പറയുന്ന റീഡിങ് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? pH സ്കെയിലിൽ 7 എന്ന് പറയുന്നത് എന്തിനാണ്? നിർവീര്യ വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. 7ൽ കൂടുതലാണെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ആൽക്കലീനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ ആ പദാർത്ഥം ബേസിക് സ്വഭാവം കാണിക്കുന്നു. ഇനി 7ൽ കുറവാണെങ്കിലോ ആ പദാർത്ഥം എന്ത് സ്വഭാവം കാണിക്കുന്നു? അസിഡിക് സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ തേയില ആൽക്കലി സ്വഭാവം കാണിക്കും എന്നാണ് പറയുന്നത്. നോക്കുക, തേയിലയുടേത് എന്താണ് 4ആണ് pH. അപ്പോൾ അത് ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. ഇനി കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. കുടിവെള്ളം എന്ന് പറയുമ്പോൾ 8ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരിയാണ്, ആൽക്കലി സ്വഭാവം കാണിക്കും. ചാരം ആൽക്കലി സ്വഭാവം കാണിക്കും, ചാരം കാണിക്കില്ല, 5ആണ്, 7ൽ താഴെയാണ്. സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കും, സോപ്പ് 11, അതും തെറ്റാണ്. ഇപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? 48ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ഭരതനാട്യമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ്. ഇത് ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ്. അപ്പോൾ ഇവിടെ 2 പോയിന്റുകൾ പഠിച്ചു. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം, ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന 49ാമത്തെ ചോദ്യമാണ്. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ വോളിബോൾ ആണ്. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്ന് അറിയപ്പെടുത്ത കായിക രൂപം ചോദിച്ചാൽ അത് വോളിബോൾ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഒരു വോളിബോൾ ടീമിൽ 6 കളിക്കാരുണ്ട്. എന്നാൽ അതേ സമയത്ത് ബീച്ച് വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 2 ആണെന്ന് ഓർക്കുക. ഒരു വോളിബോൾ ടീമിൽ 6 കളിക്കാർ, ബീച്ച് വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 2 ആണ്. അതേ സമയത്ത് ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ജിമ്മി ജോർജ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രസിദ്ധനായിട്ടുള്ള ഒരു വോളിബോൾ താരമാണ് ജിമ്മി ജോർജ് എന്ന കാര്യം ഓർക്കുക. അത് ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദ്യമായി വന്നിട്ടുണ്ട്. ജിമ്മി ജോർജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. അവിടെ വോളിബോൾ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ആദിവാസികൾക്കായി ആതുര സേവനം എന്നാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ പുതിയ പത്മശ്രീ വിന്യാസാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി LGS എക്സാമിന്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. IPCC എന്ന് പറഞ്ഞാൽ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നതാണ് IPCCയുടെ പൂർണ്ണ രൂപം എന്ന കാര്യം ഓർക്കുക. അപ്പോൾ എന്താണ് IPCCയുടെ പൂർണ്ണ രൂപം? ഇവിടെ ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ കൃത്യമായി ഓർക്കുക, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്, ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയാണ് ഫസ്റ്റ് ബെല്ല് 2.0 ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. 52ാമത്തെ ഫസ്റ്റ് ബെല്ല് 2.0 ആണ്. ഇനി അടുത്തത് മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇനാമലാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഏതാണ്? ഇനാമലാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. കോഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് 54ാമത്തെ ചോദ്യം. 54ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പ്രോട്ടീനിന്റെ കുറവാണ്. 54ാമത്തെ ചോദ്യം ഉത്തരം എന്താണ്? പ്രോട്ടീനിന്റെ കുറവാണ്. കോഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം എന്താണ്? പ്രോട്ടീനിന്റെ കുറവാണ്. ജീവകം A മൂലം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ എന്താണ്?
വിറ്റാമിൻ എയുടെ കുറവെന്ന് ഓപ്ഷൻ ബി തന്നിട്ടുണ്ട്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത, അതുപോലെ തന്നെ സിറോഫ്താലിമിയ എന്നിവയെല്ലാം എന്താണ് ഈ പറയുന്ന ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ന കാര്യം ഓർക്കുക. ഇനി ജീവകം സിയുടെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം. സ്കർവി എന്ന് പറയുന്ന രോഗം ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ജീവകം ഡിയുടെ കുറവ് മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം. അതേപോലെ തന്നെ ഓസ്റ്റിയോമലേഷ്യ. പിന്നെ ജീവകം ഇയുടെ കുറവ് മൂലമാണ് സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയാം. പിന്നെ ജീവകം കെയുടെ കുറവ് മൂലം ഹിമോഫീലിയ. ഇനി ജീവകം B1ന്റെ കുറവ് മൂലം ബെറിബെറി. B2വിന്റെ കുറവ് മൂലം നമ്മൾ കേൾക്കാറുണ്ട് നോർമോസൈറ്റിക് അനീമിയ എന്ന് പറയും. പിന്നെ B3യുടെ കുറവ് മൂലം പെലഗ്ര എന്ന് പറയുന്ന രോഗം. അതുപോലെ തന്നെ B5ന്റെ കുറവ് മൂലം പരസ്തീഷ്യ. B6ന്റെ കുറവ് മൂലം മൈക്രോസൈറ്റിക് അനീമിയ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. B6 ആണെങ്കിൽ മൈക്രോസൈറ്റിക് അനീമിയ, B9 ആണെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, B12 ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയ. 3 പേരുകൾ ഓർക്കണം. ഒന്ന് മൈക്രോ B6 മൈക്രോസൈറ്റിക് അനീമിയ, B9 ആണെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, B12 ആണെങ്കിലോ പെർനീഷ്യസ് അനീമിയ. ഇവിടെ ഓർക്കണം B6 മൈക്രോസൈറ്റിക് അനീമിയ, B9 മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർനീഷ്യസ് അനീമിയ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഒരു വിളയുടെ സങ്കരയിനമാണ് പവിത്ര. വിള ഏത് എന്നതാണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ എന്താണ്? നെല്ലാണ്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം നമ്മുടെ സൈലന്റ് വാലിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 3ഉം ശരിയാണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു, ശരിയാണ്. 3, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന്. അപ്പോൾ ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ഇനി ജീവികളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ്? രണ്ടാമത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും മാംസഭോജിയായിരിക്കും, അതും തെറ്റാണ്. ഇനി അടുത്തത് COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഉത്തരം എന്താണ്? ചൈനയാണ്. ചൈന. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 2021 വരുമ്പോൾ 59ാമത്തെ ചോദ്യം അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചത്. അവിടെ പാകിസ്ഥാനാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 2021. 2022 ആണെങ്കിൽ അത് സ്വീഡനാണ്. 2022 ഏത് രാജ്യമാണ്? സ്വീഡൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 2022. അപ്പോൾ നമ്മളോട് ഇനി ചിലപ്പോൾ ചോദിക്കുക 2023 ആയിരിക്കും. അപ്പോൾ 2023 വരുമ്പോൾ അവിടെ കോട്ട് ഡി ഐവോർ എന്ന് പറയും. നമ്മളെ കോട്ട് COTE കോട്ട് ഡി ഐവോർ. അപ്പോൾ ഇവിടെ പറയുന്നത് കോട്ട് ഡി ഐവോർ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ നെതർലാൻഡ്സുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടാണ് ഈ പറയുന്ന വേൾഡ് എൻവിറോൺമെന്റ് ഡേ 2023 ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഹോസ്റ്റ് ചെയ്തത് കോട്ട് ഡി ഐവോർ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ നെതർലാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 2023 ഈ പറയുന്ന വേൾഡ് എൻവിറോൺമെന്റ് ഡേ അത് ഹോസ്റ്റ് ചെയ്തത് കോട്ട് ഡി ഐവോർ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് നെതർലാൻഡ് ആണ്. 2022 ആണെങ്കിൽ അത് നമ്മുടെ സ്വീഡൻ ആണ്. 2021 ആണെങ്കിൽ പാകിസ്ഥാനാണ്. ഇനി അടുത്തത് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏതുതരം ഗ്ലാസ് ആണെന്നാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻ എ ആണ്, ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്, ഫ്ലിന്റ് ഗ്ലാസ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണെന്നാണ് 61ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 61ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? 212 ഡിഗ്രി ഫാരഡ് ആണ്. 212 ഡിഗ്രി ഫാരഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഫാരൻഹീറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 100 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫാരൻഹീറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരഡ് ആണ്. നമ്മുടെ ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസിലുള്ള റീഡിങ് ഇൻറ്റു 9/5 പ്ലസ്
32. ഇപ്പോൾ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു റീഡിംഗ് അറിയാമെങ്കിൽ അതിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റി ഈ ഒരു ഇക്വേഷൻ വഴിയാണ് C × 9/5 + 32 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി അടുത്ത 62ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അത് ഘർഷണ ബലമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ബ്യൂട്ടൈൻ ആണ്. അപ്പൊ ഇവിടെ എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത്? ബ്യൂട്ടൈൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ചോദിച്ചാൽ അത് നമ്മുടെ ബ്യൂട്ടൈൻ ആണെന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തത് ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. മെർക്യൂറിക് ഓക്സൈഡ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. മെർക്യൂറിക് ഓക്സൈഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്യൂറിക് ഓക്സൈഡ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ 65ാം ചോദ്യം എൻ വിഷൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷനാണ് എൻ വിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മംഗദച്ചു ജലവൈദ്യുത പദ്ധതിയാണ്. മംഗദച്ചു ജലവൈദ്യുത പദ്ധതി. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? മംഗദച്ചു ജലവൈദ്യുത പദ്ധതി എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ജലജന്യ രോഗം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഉത്തരം 1, 3, 4 ആണ്. 1, 3, 4 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ഹെപ്പറ്റൈറ്റിസ് എ, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ, പിന്നെ ലെപ്റ്റോസ്പൈറോസിസ്. ഇതാണ് എന്ത്? 1, 3, 4. ഇത് ജലജന്യ രോഗമാണെന്ന കാര്യം ഓർക്കാം. ജലജന്യ രോഗമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട. ഹെപ്പറ്റൈറ്റിസ് എ വരുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ഇ വരുന്നുണ്ട്, ലെപ്റ്റോസ്പിറോസിസും വരുന്നുണ്ട്. എന്താണ്? ലെപ്റ്റോസ്പിറോസിസും വരുന്നുണ്ട്. ഇനി 68 മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടും എന്നതാണ് ഉത്തരമായിട്ട്. അതായത് നിപ്പയും ഉണ്ട്, ജപ്പാനീസ് എൻസെഫലൈറ്റീസും ഉണ്ട്. നിപ്പയും ജപ്പാനീസ് എൻസെഫലൈറ്റീസും. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? നമ്മുടെ മലേഷ്യയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെയാണ്? സിലിഗുരി, പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലാണ് 2001. ഇനി കേരളത്തിൽ എപ്പോഴാണ്? 2018. 2018 കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് എന്താണ്? ORS ലായനിയാണ്. ORS ലായനി. അപ്പോൾ ഓർക്കുക, നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് ORS ലായനി. ORSന്റെ പൂർണ്ണരൂപം എന്താ? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ്. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അതിൽ ഗ്ലൂക്കോസ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ട്രൈ സോഡിയം സിട്രേറ്റ് ഉണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈ സോഡിയം സിട്രേറ്റ്. ഇത് ആരാ കണ്ടുപിടിച്ചത്? ഡോക്ടർ ദിലീപ് മഹൽനാബിസ് ആണ്. ഡോക്ടർ ദിലീപ് മഹൽനാബിസ് ആണ് ORS കണ്ടുപിടിച്ചത്. അതിലെ പ്രധാന ഘടകങ്ങളാണ് ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈ സോഡിയം സിട്രേറ്റ്. ഗ്ലൂക്കോസ്, സോഡിയം ക്ലോറൈഡ്, ട്രൈ സോഡിയം സിട്രേറ്റ്. ഈ പേരുകൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് 70ാമത്തെ ചോദ്യം. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം എന്നാണ്. ഇനി ശുദ്ധജലത്തിന്റെ pH മൂല്യത്തിന്റെ അളവ് എത്രയാ? pH 7 ആണ്. ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ടത് മനുഷ്യ ശരീരത്തിലെ ഭാഗ്യപരാതം ചോദിച്ച ഏതാണ്? നമ്മുടെ പേനാണ്. പേൻ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അശ്വഭേദം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ നമ്മൾ ഉത്തരം എന്താണ്? കുഷ്ഠമാണ്. കുഷ്ഠം. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കുഷ്ഠമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹാൻസൻസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? കുഷ്ഠമാണ്. മൈക്കോ ബാക്ടീരിയം ലെപ്രെ, അതാണ് കുഷ്ഠം പരത്തുന്ന ബാക്ടീരിയ. കുഷ്ഠം ഒരു ബാക്ടീരിയ രോഗമാണ്. മൈക്കോ ബാക്ടീരിയം ലെപ്രെ എന്ന പേര് ഓർത്തിരിക്കുക. ഈ സാന്ത്വന പരിചരണം നൽകുന്നു 74ാമത്തെ ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഉത്തരം കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇൻസുലിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്?
ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം 75ാമത്തെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് പ്രമേഹമാണ്. ഇനി ഇവിടെ ജസ്റ്റ് ഒരു പോയിന്റ് കൂടി ഓർക്കുക. പ്രമേഹത്തെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അതിലൊന്ന് ടൈപ്പ് 1 എന്നും അതുപോലെ തന്നെ ടൈപ്പ് 2 പ്രമേഹമെന്നും രണ്ടായിട്ട് തിരിക്കും. പ്രമേഹത്തെ നമ്മൾ ടൈപ്പ് 2 ടൈപ്പ് 1 എന്ന് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഇൻസുലിൻ ഉൽപ്പാദനത്തിനുണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം ഇൻസുലിൻ ഉൽപ്പാദനത്തിനുണ്ടാകുന്ന തകരാറാണ്. അതേസമയത്ത് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ത്? ടൈപ്പ് 2 പ്രമേഹം. ലക്ഷ്യ കോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. ഇത് പൊണ്ണത്തടിയും ജീൻ തകരാറും കാരണവും ടൈപ്പ് 2 പ്രമേഹം ഉണ്ടാകുമെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇൻസുലിൻ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. മറ്റൊന്നാണ് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അന്ധതയാണ് എന്തെന്ന് പറയുന്നത്. വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അന്ധതയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരെന്നാണ് അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ നിലവിൽ ആരാണ്? ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്നതാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചത്. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് കോവാക്സിനും കോവിഷീൽഡും ഉണ്ട്. കോവാക്സിനും കോവിഷീൽഡും 1ഉം 2ഉം വരുന്നുണ്ട്. കോവാക്സിനും കോവിഷീൽഡും വരുന്നുണ്ട്. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം ഏതാണ്? 2021 കേരളത്തിൽ പുതുതായിട്ട് ഉയർന്നു വന്ന രോഗം ഏതെന്നാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചാണ്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സിക്കയാണ് ഉത്തരമായിട്ട് വരുന്നത്. 80ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് അവാർഡ് ആണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയതെന്നാണ്. അപ്പോൾ ഇവിടെ 80ാമത്തെ ചോദ്യം ജീവിതശൈലി രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട അവാർഡാണ്. അപ്പോൾ 2020 അന്നത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. 81ാമത്തെ ചോദ്യം മുതലുള്ള കാര്യങ്ങൾ, അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പായിട്ട് 20 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിന് ശേഷം വരുന്ന മാത്സിലെ ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. അപ്പോൾ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക, ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ല രീതിയിൽ മെയിൻ എക്സാം പോയിട്ട് എഴുതുക. അപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് എല്ലാ വിധത്തിലുള്ള ബെസ്റ്റ് വിഷസും നേരുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.